പ്രിയപ്പെട്ടവരെ, പൊരിശാക്കപ്പെട്ട ശഅബാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ നമുക്ക് കയറാൻ പോകുന്നത്. ഇന്നത്തെ മഗ്‌രിബിന് ശേഷം ഒരു സൂറത്തുണ്ട് ഖുർആനിൽ, പ്രഗത്ഭമായ സൂറത്താണ്. ആ സൂറത്ത് പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി 70,000 മലക്ക് ദുആ ചെയ്യാൻ വേണ്ടി സമ്മേളനം കൂടും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു മനോഹരമായ കൊട്ടാര വീട് അവർക്ക് വേണ്ടി അല്ലാഹു സംവിധാനിക്കും. മാത്രമല്ല നാളെ സുബ്ഹിന്റെ വാങ്ക് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് അത്ഭുതം നേരിട്ട് കാണാൻ പറ്റും. ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് ഫലങ്ങൾ കിട്ടുന്ന, ഇന്ന് പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട പരിശുദ്ധമായ സൂറത്ത് ഏതാണ്, എപ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും, റജബ് ശഅബാനിന്റെ ബറക്കത്ത്, റമളാനിലേക്ക് ആഫിയത്തോടെ സലാമത്ത് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫസന്റെ കുടുംബം കമന്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു പ്രത്യേകമായ ഫള് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ രോഗവും പ്രയാസവും കടവും അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധ ശഅബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ നമ്മൾ കയറാൻ പോകുന്നത്. ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ബറാഅത്ത് രാവിന് മുമ്പുള്ള പോരിശാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ്. ഈ വെള്ളിയാഴ്ച രാവിൽ വിശ്വാസികളായി നമ്മളൊക്കെ തന്നെ ഓർത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മം അത് മറ്റൊന്നുമല്ല, ഒരു സൂറത്ത് പാരായണം ചെയ്യലാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പരിശുദ്ധമായ സൂറത്ത്, അതിൻ്റെ പാരായണമാണ് സൂറത്ത് ദുഖാൻ എന്ന് പറയുന്ന സൂറത്ത്. അത് പ്രത്യേകിച്ച് പരിശുദ്ധമായ ബറാഅത്ത് രാവ് ഉൾപ്പെടെയുള്ള ഈ ശഅബാനിൻ്റെ മാസവുമായിട്ട് വലിയ ബന്ധമുള്ള സൂറത്താണ്. ശഅബാൻ മാസത്തിൻ്റെ പോരിശാക്കപ്പെട്ട രാവിനെ കുറിച്ചുള്ള പരാമർശം, ആ രാവിൻ്റെ മഹത്വം എന്താണ്, ആ രാവിൽ എന്താണ് നടക്കുന്നത്, ഇതെല്ലാം അല്ലാഹു സൂചിപ്പിച്ചു പറയുന്നു എന്ന് മുഫസ്സിരികൾ പലരും, ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഉലമാ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധമായ സൂറത്താണ് സൂറത്ത് ദുഖാൻ. ഖുർആനിൻ്റെ 44-ാമത്തെ സൂറത്ത്, കുഞ്ഞു സൂറത്താണ്, 59 കുഞ്ഞു ആയത്തുകളുള്ള. എന്ന് പറഞ്ഞാൽ നമുക്ക് കേവലം മിനിറ്റുകൾ കൊണ്ട്, ഒരു 5 മിനിറ്റൊന്നും വേണ്ട, അത് പാരായണം ചെയ്യാൻ പറ്റും. അത്രയേറെ പ്രഗത്ഭമായ സൂറത്ത് ദുഖാൻ എന്ന് പറയുന്നത്, ഹാമീം അദ്ദുഖാൻ, അങ്ങനെയാണ് തുടങ്ങുന്നത്. ഹാമീം എന്ന് തുടങ്ങുന്നതുകൊണ്ടാണ് ഹാമീം അദ്ദുഖാൻ എന്നൊക്കെ ഹദീസിൽ വരുന്നത്. ഈ പരിശുദ്ധമായ സൂറത്ത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രിയിൽ പാരായണം ചെയ്യുന്നവർ മുഴുവനും വലിയ സൗഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇന്ന് ആ സൂറത്ത് പാരായണം ചെയ്യാൻ പറ്റൂ. ഇവിടെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധമായ ശഅബാൻ 1 മുതൽ ശഅബാൻ 15 രാത്രി വരെ ഈ പരിശുദ്ധമായ സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ആവർത്തി 15 വട്ടം പാരായണം ചെയ്യണം. എന്നിട്ട് ശഅബാൻ 15 ലാസ്റ്റ് ദിവസം, ആ അവസാനത്തെ ഓതണ്ടൻ്റെ ലാസ്റ്റ് രാവാകുമ്പോൾ അൽഹംദുലില്ലാ ഇത് 30 വട്ടം ആവർത്തി 8 ആയത്ത് പാരായണം ചെയ്യണം, ബാക്കി കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും മുഹിമ്മായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഭയങ്കര കാര്യമാണ്. അത് രോഗമാകാം, എന്തെങ്കിലും കച്ചവടമാകാം, ആവശ്യമാകാം, കടമാകാം, എന്തുമാകാം. നമ്മൾ അള്ളാഹിൻ്റെ മുന്നിലേക്ക് ചോദിച്ചാൽ ആ ആവശ്യം വീട്ടപ്പെടുമെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പാരായണവുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇടയ്ക്ക് മുടങ്ങിപ്പോയ സഹോദരിമാർ ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് സൂറത്ത് ദുഖാൻ മുടങ്ങിപ്പോയി, പീരീഡ്സിൻ്റെ സമയമായി, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി. സാധാരണ മുടങ്ങാതെ ഓതിക്കൊണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ദീൻ പറഞ്ഞിരിക്കുന്നൊരു മുടക്ക് വന്നാൽ ആ ദിവസം മുടങ്ങിയതായിട്ട് കൂട്ടില്ല. അത് നിലവിൽ റൗണ്ട് അത് കൃത്യമായിട്ട് പോകുന്ന ഓതുന്ന കൂലി തന്നെ കിട്ടും, അതിലൊരു ബേജാറും വേണ്ട. അപ്പോൾ അൽഹംദുലില്ലാ, അതാണ് സൂറത്ത് ദുഖാൻ. ഈ സൂറത്ത് ദുഖാൻ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച രാത്രിയിൽ, അതായത് ഇന്നത്തെ മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ ഇശാക്ക് ശേഷം ഒരാൾ പാരായണം ചെയ്താൽ, മൻ ഖറഅ ഹാമീം അദ്ദുഖാൻ ഫീ ലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രി, വ്യാഴാഴ്ച അസ്തമിച്ചതിന് ശേഷമുള്ള രാത്രി, വെള്ളിയാഴ്ച രാവിൽ ഒരാൾ സൂറത്ത് ദുഖാൻ പാരായണം ചെയ്താൽ ഉഫിറ ലഹു, അവരുടെ ആ ഓതുന്ന വരെയുള്ള എല്ലാ ചെറുപാപങ്ങളും തെറ്റുകളും, അതായത് ഹറാമുകളൊക്കെ, അതൊക്കെ അല്ലാഹു മാപ്പ് ചെയ്യും, അവർക്ക് പൊറുക്കപ്പെടും എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ ഈ സൂറത്ത്
ഇന്ന് രാത്രി പാരായണം ചെയ്താൽ മതി. തീർന്നില്ല, വയസ്തഗ്ഫിറൂന ലഹു 70,000 മലക്കിൻ, 70,000 മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഈ കുഞ്ഞു സൂറത്ത് ഓതിയാലേ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കും. ഒരു മലക്ക് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഉലമാ പറഞ്ഞിട്ടുണ്ട്, കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരു മലക്ക് ദുആ ചെയ്യുന്നു. ആർക്ക് വേണ്ടിയാ? ഈ ദുനിയാവിലെ എല്ലാവിധ മുഴുവൻ തെറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയും. ഈ ഭൂമി ലോകത്ത് എത്ര മനുഷ്യരുണ്ട്? കൂട്ടിക്കണക്കിനുണ്ട്. അവരിൽ തെറ്റ് ചെയ്ത മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും പൊറുക്കാൻ വേണ്ടി ഒരു മലക്ക് ദുആ ചെയ്താൽ തന്നെ അത് പാപം പൊറുക്കാൻ പാകത്തിനുണ്ട്. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 70,000 വലിയൊരു മലക്കുകളുടെ വലിയൊരു സമ്മേളനം തന്നെ ആർക്ക് ദ്വാരക്കാനാ? ഈ ഇന്നത്തെ രാത്രിയിൽ സൂറത്ത് ദുഹാൻ ഓതുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അള്ളാഹുവിന് മലക്കുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു, പാവം പുറത്തു കൊടുത്തിട്ട് ഒന്നും മതിയായില്ല. ഇന്നത്തെ രാത്രി തന്നെ സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനോഹരമായ വീട്, മനോഹരമായൊരു സൗധം അള്ളാഹു പണിഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അത് റെഡിയാക്കി വച്ചിരിക്കുന്നു ഓതുന്ന അന്ന് തന്നെ എന്നാണ് ഹദീസിൽ പറയുന്നത്. അപ്പോൾ ഈ സൂറത്ത് ദുഹാൻ വെള്ളിയാഴ്ച രാവിൽ മാത്രമാണോ? ഡെയിലി എല്ലാ രാത്രിയിലും ഓതൽ പുണ്യമുള്ള സൂറത്താണ്. ഡെയിലി ഓതുന്നവരാണ് സൂറത്ത് ദുഹാൻ. പതിവായി ഓതുന്ന ഉമ്മമാർ എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ഞങ്ങൾ പതിവായി സൂറത്ത് ദുഹാനൊക്കെ ഓതുന്നവരാണ്, ഈ ദിക്ർ പറഞ്ഞ ദിക്ർ എപ്പോഴാണ് ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ ഈ ദുആ എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ നമുക്കറിയാം ഇത് പതിവായി ഓതുന്നവരുണ്ട്. ആയിരക്കണക്കിന് ഉമ്മമാർ ഉപ്പമാരുണ്ട് സൂറത്ത് ദുഹാൻ പതിവായി ഓതുന്നവർ. പിന്നെ വെള്ളിയാഴ്ച രാവിൻ്റെ കാര്യം പറയേണ്ടതില്ല. അപ്പോൾ അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ, ഇന്നത്തെ രാവിൽ സൂറത്ത് ദുഹാൻ 44-ാമത്തെ സൂറത്ത് എടുക്കുക, സൂറത്ത് ദുഹാൻ എടുക്കുക, മനോഹരമായിട്ട് പാരായണം ചെയ്യാം. സമയമെടുത്ത് ധൃതി പിടിച്ച് കടകടാന്ന് ഓതിയിട്ട് അതിൻ്റെ പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട. പ്രത്യേകിച്ച് നമ്മൾ ഓതി കൊടുക്കുക. ഇന്നത്തെ രാവിൽ മസ്റ്റായിട്ട് ഓതണം. അൽഹംദുലില്ലാ, കഴിയുന്നവരൊക്കെ പാരായണം ചെയ്യണം. പിന്നെ പീരീഡ്സിൻ്റെ സമയത്തുള്ള സഹോദരിമാരാണ്, അവർക്ക് ഇന്ന് ഓതാൻ പറ്റിയില്ല, നാളെ ഓതണം, നാളെ ഓതാൻ പറ്റിയില്ല, മറ്റന്നാൾ ഓതണം. എപ്പോഴാണോ ഒരു ശുദ്ധിയായിട്ടുള്ളത് ആ ടൈമിങ്ങിൽ മുഴുവനും, അത് വെള്ളിയാഴ്ച രാവും നോക്കാൻ പാടില്ല, എല്ലാം. അപ്പോൾ കഴിയുന്നിടത്തോളം ഇന്ന് ശഅബാനിൻ്റെ ഈ 2ാമത്തെ വെള്ളിയാഴ്ച രാവിലെ ഓതി തുടങ്ങുന്ന സൂറത്ത് ദുഹാൻ നമുക്ക് മുടങ്ങാതെ കൊണ്ടുപോകാൻ പറ്റിയാൽ, രാത്രി പറ്റിയില്ലെങ്കിൽ ബൈ ചാൻസ് പകലിൽ, ഇനി പറ്റിയില്ല അതുകൊണ്ട് പടച്ചോനെ നീ പോകട്ടെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പിറ്റേ ദിവസം പകലിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും മുടങ്ങാതെ കൊണ്ടുപോകാൻ നോക്കുക. എല്ലാ വെള്ളിയാഴ്ച രാവിലും മസ്റ്റാക്കണം. വെള്ളിയാഴ്ച രാവിലെ പറ്റിയില്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ മസ്റ്റാക്കണം. അവിടെ എല്ലാം ഈ പ്രതിഫലം നമുക്ക് നേടാൻ പറ്റും. പിന്നെ ഇന്ന് പൂരിശയാക്കപ്പെട്ട പരിശുദ്ധമായ ബറാഅത്ത് രാവിനെ തൊട്ട് മുമ്പുള്ള ഒരു വെള്ളിയാഴ്ച രാവിലെ നമ്മളുള്ളത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പൂരിശയാക്കപ്പെട്ട മാസമൊക്കെ ആണല്ലോ. ഒരു സുന്നത്തുകളും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ പരിഗണിക്കണം. അത് പരിശുദ്ധമായ പിന്നെ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം രാത്രി കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്, സുബഹി ഒറ്റ വട്ടേ ഒരാൾ പാരായണം ചെയ്യുള്ളൂ എങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞിട്ട് പാരായണം ചെയ്യലാണ് ഏറ്റവും അഫ്ളൽ. ഏത്? പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. ഇനി അപ്പോൾ പറ്റിയില്ലെങ്കിൽ പറ്റുന്ന എപ്പോഴപ്പോൾ അന്നത്തെ അതായത് നാളത്തെ മഗ്‌രിബിന് മുമ്പ് പാരായണം ചെയ്യണം. മാക്സിമം കഴിയുന്നവർ നഷ്ടപ്പെട്ടു പോയാലോ ഖളാ വീട്ടിൽ പാരായണം ചെയ്യണം, ഓതാതിരിക്കരുത്. കാരണം ഒരാഴ്ചത്തേക്കുള്ള നമ്മളുടെ ഈമാനിൻ്റെ സെക്യൂരിറ്റി രോഗങ്ങളുടെ സെക്യൂരിറ്റിയാണ്. രോഗങ്ങൾ വരാതെ, അപകടങ്ങൾ വരാതെ, പിന്നെ ഈമാനിന് അപകടങ്ങൾ സംഭവിക്കാതെ, എന്തും സംഭവിക്കാലോ, അതൊന്നുമില്ലാതെ അള്ളാഹു ഒരു നൂറിട്ട് തരും, ഒരു വെളിച്ചം. ആ വെളിച്ചം കഅബ വരെ തിളങ്ങി പ്രകാശിക്കും. അവിടം വരെ ഉണ്ടാകുക വെളിച്ചം. അത് അള്ളാഹിൻ്റെ നൂറാണ്, അത് ഈമാനിൻ്റെ നൂറാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നൂറാണ്, ബറക്കത്തിൻ്റെ നൂറാണ്. ആ നൂറ് വാങ്ങണമെങ്കിൽ ആഴ്ചയിൽ ഇത് ഓതണം. ഒരു ആഴ്ചത്തെ വേണ്ട, ഒരാഴ്ചയും പിന്നെ 3 ദിവസവും. അപ്പോൾ ഏകദേശം 10ഓളം ദിവസത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതിയാകും. ഏതാ? സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ച രാത്രി ഓതാം. അധികരിപ്പിക്കണമെന്നാണ്. മിനിമം 3 വട്ടെങ്കിലും ഓതണം, ഏറ്റവും ചുരുങ്ങിയത് 1 വട്ടം. അങ്ങനെ 1 വട്ടം ഓതുന്നവർ സുബഹിസ്കാരം കഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത്. കഴിവിൻ്റെ പരമാവധി പാരായണം ചെയ്യുക. അതേപോലെ തന്നെ 300 സ്വലാത്താണ് സാധാരണ വെള്ളിയാഴ്ച രാവ്. ഇത് ശഅബാൻ ഷഹ്റു സ്വലാത്ത് ആയതുകൊണ്ട് 700 സ്വലാത്തിൽ കുറയാതെ പാരായണം ചെയ്യണം. ഏത് സ്വലാത്ത? ഏത് സ്വലാത്തും പാരായണം ചെയ്യാം, ഏത് സ്വലാത്ത്. അൽഹംദുലില്ലാ. അപ്പോൾ ആ മഹത്വങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രിയിൽ ദുആ ചെയ്യുന്ന കാര്യം, ഒന്ന് ശഅബാനിലെ രാവാണ്, മറ്റൊന്ന് വെള്ളിയാഴ്ച രാവും കൂടെയാണ്. അപ്പോൾ ദുആക്ക് ഇരട്ടി ഇജാബത്താണ്. നമ്മളെല്ലാം അള്ളാഹിൻ്റെ മുന്നിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, ദുആക്ക് ഇജാബത്ത് കിട്ടണം എന്ന് മോഹമുണ്ടെങ്കിൽ നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ടത്
ദുആഇൻ്റെ തുടക്കത്തിൽ സ്വലാത്ത് വേണം, അതിൻ്റെ മധ്യഭാഗത്ത് സ്വലാത്ത് വേണം, അത് ഫിനിഷ് ചെയ്യുമ്പോൾ സ്വലാത്ത് വേണം. 3 സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ ഏതാവശ്യവും ഇന്നത്തെ രാത്രി തന്നെ നേടിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ദാനധർമ്മങ്ങൾ, സ്വതക്ക, ഹദിയ. എത്ര ആളുകൾക്ക് എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? അയച്ചു കൊടുക്കാൻ പറ്റും, നേരിട്ട് കൊടുക്കാൻ പറ്റും. ഇന്നത്തെ രാത്രിയിൽ സ്വതക്ക, ഹദിയ, പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ ആളുകളുടെ പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റുക. മരിച്ചുപോയ ജീവിച്ചിരിക്കുകയാണ് ഉമ്മയും ബാപ്പയും, അല്ലെങ്കിൽ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് സാധാരണ മരിച്ചുപോയ ഉമ്മാക്ക്, മരിച്ചുപോയ ബാപ്പാക്ക്, മരിച്ചുപോയ ഭർത്താവ് അങ്ങനെ മാത്രമാക്കരുത്. ജീവിച്ചിരിക്കുന്ന നമ്മളുടെ മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കളെ, നമ്മുടെ കൂട്ടുകുടുംബാദികളെ അവരൊക്കെ നിയ്യത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അള്ളാഹുവിൻ്റെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കൂടെ ഞാൻ നിയ്യത്ത് ചെയ്യണം, കൂലി കിട്ടും, അൽഹംദുലില്ലാ. നിയ്യത്ത് ചെയ്യണം, മരിക്കാൻ വെക്കണ്ട കൊടുക്കാൻ. അതേപോലെ മരിച്ചവർക്ക് പ്രത്യേകിച്ച് അവർ പേരിൽ ഹദിയകൾ ഇന്നത്തെ രാത്രിയിൽ നടന്നാൽ, നാളത്തെ പകലിൽ നടന്നാൽ ഏറ്റവും സുന്ദരമാണ്. ചില ഹദിയകൾ, സ്വതക്കകൾ നമ്മൾ വച്ച് നീട്ടുമ്പോൾ അക്കാരണം കൊണ്ട് നമ്മുടെ മാറാത്ത തീരാത്ത രോഗം മാറും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആജീവനാന്തം പ്രയാസപ്പെടുന്ന ചില രോഗങ്ങളില്ലേ, വിട്ടുമാറാതെ നമ്മുടെ പുറകെങ്ങനെ കൂടുക, ആ രോഗങ്ങൾ മാറാൻ ദാവു മറല്ലാക്കും ബി സ്വതക്ക. ഈ ദാനധർമ്മങ്ങൾ സ്വതക്ക, ഹദിയ കൊടുത്താൽ മതിയെന്ന് മനസ്സറിഞ്ഞ് അതൊക്കെ ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാ. പരമാവധി ദുആയിൽ നമ്മൾ എൻഗേജഡ് ആകണം. ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ളുഹർ നിസ്കാരത്തിൻ്റെ സമയം തെറ്റാതെ തന്നെ, നാളെ ജുമയാണ്, സഹോദരന്മാർക്കാണ് ജുമ എന്ന് കരുതി അലക്ക് കുളിയൊക്കെ ആയിട്ട് നമ്മൾ സമയം നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടാവും. ശഅബാനിൻ്റെ പ്രഗത്ഭമായ 2ാമത്തെ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. മാക്സിമം അവ്വൽ വക്കത്തിൽ തന്നെ ളുഹർ സഹോദരന്മാരെ നേരത്തെ പള്ളിയിൽ ഹാജരാകുന്ന അവസ്ഥ നിർബന്ധമായിട്ട് ഉണ്ടാകണം. എന്നിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഒരു സുന്നത്തും നഷ്ടപ്പെടാത്ത രീതിയിൽ. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ രാത്രി നിർബന്ധമായും ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന കാര്യം ഒരാളും മറക്കാൻ പാടില്ല. അല്ലാഹു എല്ലാ ബറക്കത്തും ഖൈറും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفيها ريح